താരസംഘടന അമ്മയുടെ തലപ്പത്തേക്കുള്ള മത്സരംഗം കൂടുതൽ മുറുകുകയാണ്. ഇപ്പൊ ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്മാറിയേക്കുമെന്നാണ് ഒടുവിലായി ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒരു വനിതാ പ്രതിനിധി അല്ലെങ്കിൽ ഒരു വനിത തന്നെയായിരിക്കും തലപ്പത്തേക്ക് എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട താരസംഘടന അമ്മയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുകയാണ് മുതിർന്ന നടിയായ മല്ലിക സുകുമാരൻ. ചേച്ചി, എന്താണ് ഈ അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചേച്ചിയുടെ ഒരു നിലപാട് എങ്ങനെയാണ്? ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് ചിരി വരുന്നത് അറിയാം. ഞാൻ കറങ്ങി തിരിഞ്ഞ് ഈ സമയത്ത് കൊച്ചിയിലുണ്ടായി അല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ വരും. 24 ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചാനലാണ്. പിന്നെ ഇതിപ്പോൾ ഞങ്ങളെക്കാട്ടി മത്സരം നടക്കുന്ന ചാനൽ തമ്മിലാണെന്ന് തോന്നുന്നു. ഒരിടത്തെങ്ങാണോ എന്തേലും ഒന്ന് വേണ്ടിയ പിന്നെ അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ അമ്മയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടായി. വേറൊന്നുമല്ല, അന്തസ്സായിട്ട് പറഞ്ഞു ഇതിൻ്റെ ധാർമ്മികത്വം അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ ഒരു അനാലിസിസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അവലോകനം നടങ്ങിയതിനു ശേഷം ഞങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഉചിതം എന്ന് പറയുന്നു. അങ്ങനെ അമ്മ കൂട്ടത്തോടെ രാജിവെക്കുന്നു, ഒരു അഡ്ഹോക് കമ്മിറ്റി ഏൽപ്പിക്കുന്നു. എന്താ കാരണം? ഈ കേട്ട അലിഗേഷൻസ് എല്ലാം കൂടെ കേട്ട് ഇത്രയും വലിയ സമുന്നതനായ കലാകാരൻ മോഹൻലാലിന് പോലും ഉത്തരം പറയാനൊക്കാത്ത, ഇന്നലെ ഞാൻ പേര് പറയുന്നില്ല, ഒരു കൊച്ചു തടി ഇപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട് പെണ്ണുങ്ങളുടെ, അതിനകത്ത് പറയുന്നു വലിയ ആൻറ്റി എനിക്ക് ബഹുമാനമാണ്, സ്നേഹമാണ്, പക്ഷേ ഇത് ഈ കുരിശ് എന്നൊരു ചാനലിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കുരിശ് എന്ന് പറയുന്നതിന് ഒറ്റ വാക്കേ ആ കുട്ടിക്ക് അറിയത്തുള്ളായിരിക്കും, അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കുരിശ് എന്ന് പറയുന്ന ഒരു വലിയ ഭാരം ചുമക്കലല്ല. അവിടെ ആര് ഭാരം ചുമക്കുന്നെന്നാ? അവിടെ എല്ലാവരും കൊടുത്ത കാശും ഈ താരങ്ങളൊക്കെ അഭിനയിച്ചും പരിപാടികൾ അവതരിപ്പിച്ചും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശെടുത്ത് ഇവരെല്ലാവർക്കും നല്ല രീതിയിൽ ചിലവാക്കുന്നു. അതൊക്കെ ഞാൻ മോഹൻലാലിൻ്റെ കുരിശെന്ന് പറഞ്ഞത് ഇപ്പം ഈ ഒരൊറ്റ ഇഷ്യൂവിൻ്റെ പുറത്താണ് ഞാൻ പറഞ്ഞത്. ലാലേട്ടാ, അതിങ്ങനെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാവരും രാജിവെച്ചിട്ട് ഇങ്ങനെ ഒരു ആരോപണം വന്ന ഒരാൾക്ക് മാത്രം ഇത് ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം പറയാൻ മോഹൻലാൽ ബാധ്യസ്ഥനാണ്, അല്ലേ പ്രസിഡന്റ്? അതാണ് ഞാൻ ചോദിച്ചത്, എന്തിനാണ് ഈ ഒരു സംഭവത്തിന് ഈ കുരിശെടുത്ത് വയ്ക്കുന്നത് തലയിൽ എന്ന് ചോദിച്ചതിൻ്റെ കാര്യം ഇതാ. കാരണം അതായത് നമുക്ക് അവരുടെ രണ്ടുപേരുടെയും പേരും സാന്നിധ്യവും ശ്രദ്ധയും ഈ സംഘടനയിൽ വേണം. മമ്മൂട്ടി മോഹൻലാൽ ഇല്ലാതെ എന്തോന്ന് സംഘടന താരങ്ങൾക്കിവിടെ ഒന്നും ചിലവാകില്ല. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് കാണുന്നത് ഒരു പരിധി വരെ ചിലരൊക്കെ പറയുന്നത് ശരിയാണ്, അവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ഒരു പക്ഷേ പവർ ഗ്രൂപ്പാണോ? പവർ ഗ്രൂപ്പാണോ? പവർ ഗ്രൂപ്പാണോന്ന് വെച്ചാൽ അങ്ങനെയല്ല, പവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ അവരുടെ ഉദ്ദേശങ്ങൾ നടന്നില്ല എങ്കിൽ പിന്നെ ആരും മീഡിയയോടെ മിണ്ടരുത്, അങ്ങോട്ട് പോകരുത്, പറയരുത്. എന്താണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഇപ്പം തന്നെ ഇതിനകത്ത് തന്നെ പറഞ്ഞു, അതെന്താ രാഷ്ട്രീയക്കാർക്ക് പേരുദോഷം വന്നാലും മത്സരിക്കാമെങ്കിലും അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് ചോദിച്ചത് ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ഇന്ന രാഷ്ട്രീയക്കാരൻ ഇന്ന കുറ്റം ചെയ്തിട്ടോ എന്നല്ല, അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എല്ലായിടത്തും ആകാമെങ്കിൽ എന്താ. പക്ഷെ എന്താ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂട്ടത്തോടെ രാജിവെച്ചത് മുഴുവൻ ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുണ്ടാകും. അവിടെ തെറ്റുമ്പോൾ അത് എല്ലാവർക്കും മുഖത്തിട്ട് കിട്ടിയ ഒരു അടിയായിരിക്കും. ഭയങ്കര ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് ഓരോരുത്തരെ പറഞ്ഞയച്ചു. അവസാനം ഈ ഒരാൾക്ക് എന്താ? അപ്പോൾ ഉടനെ പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നൊക്കെ പൊട്ടിമുളച്ച് പറയുക, അത് അദ്ദേഹത്തിനൊരു ഗ്യാങ് ഉണ്ട് അവിടെ. സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾ നല്ലതാണ്, പക്ഷേ അതല്ല ഈ പറഞ്ഞ ധാർമ്മികത്വമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് രാജിവെച്ചതിൻ്റെ കാരണം ഇതൊന്നുമല്ല. അതുകൊണ്ട് അത് പറയരുത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് കേസായാലും സാരമില്ല എന്ന് അതിനകത്തൊരു അപാകതയുണ്ട്. ഞാൻ അവരുടെ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പം മാറി നിൽക്കണം. എന്നിട്ട് പറയട്ടെ, വെറുതെ ഉണ്ടാക്കിയൊരു കള്ളക്കഥയായിരുന്നു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന് എടുക്കണം. അപ്പം പിന്നെ മറുചോദ്യം വരില്ലല്ലോ മീഡിയയിൽ നിന്ന്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയാൽ മീഡിയ എന്നോട് ചോദിക്കും. കാരണം ഈ അമ്മയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാനൊരു വലിയ മീഡിയക്കാരുടെ സംഘടനയുടെ കൂടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഇതിൻ്റെ കാരണവും പറയാം. ഒരുപാട് മാധ്യമങ്ങളും ചാനലുകളും ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. എത്രയോ 50 വർഷം കഴിഞ്ഞ് 51ാം വർഷം എനിക്ക് ആദ്യമായിട്ട് ഒരു സ്വീകരണം മല്ലിക വസന്തം എന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. നിങ്ങളുടെ ചാനലിനും അറിയാം അതൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ കുറേ കാലമായി അത്. അപ്പോൾ അത് വലിയ പ്രഗത്ഭരും പ്രശസ്തരുമായ ആൾ. കുറച്ചു കാലം നമ്മുടെ മനോരമയിലെ രഞ്ജിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ രഞ്ജി മനോരമയിൽ റിട്ടയർ. എങ്കിലും വന്നിരിക്കുന്നവരെല്ലാം എല്ലാവരും പത്രവും ചാനലുമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്നെ കാണും, എന്താ ചേച്ചി ഇതൊക്കെ എന്ന് ചോദിക്കും. അത് മിണ്ടരുത്, പറയാൻ പാടില്ല, അമ്മയെ കൊല്ലും എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു നിശബ്ദമായിട്ട് ഒന്നും പറയാതെ ഒരു ജീവി ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്?
അപ്പോൾ അത്യാവശ്യം പറയാൻ അങ്ങനെ, ഇനി അതല്ല അമ്മയിൽ മാത്രമേ പറയാവൂവെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചു. രണ്ടുപേര് അമ്മയെ പറയാതെ നേരെ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് ഫേസ്ബുക്കിലും ഒക്കെ പറഞ്ഞില്ലേ? ഒന്ന് ടിനി ടോം, അയ്യോ ഞാൻ സുരേഷ് ഗോപിയെ മിമിക്രി കാണിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നസീർ സാറിനെ ഞാൻ ഒരു കാലത്തും അങ്ങനെ പറഞ്ഞു. സത്യമാണ്, ടിനി അത് പറയുന്നത് സത്യമായിരിക്കും. ടിനി അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. പക്ഷേ അവരുടെ വിശദീകരണം സംഘടനയിലോ അംഗങ്ങൾക്കോ അല്ല വന്നത്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് കണ്ടത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ? ചിലർ മിണ്ടാം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളുടെ കൂടെ നിന്ന് അയ്യോ പൊത്തോ ചേട്ടാ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ അതൊന്നും അല്ല എൻ്റെ മാനദണ്ഡങ്ങൾ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് 10 അഭിപ്രായമാണെങ്കിൽ ആ 10ഉം കേൾക്കണം. എന്നിട്ട് അത് യുണാനിമസ്ലി ഒരു തീരുമാനത്തിൽ എത്തുക. ചിലപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ഇതിനോട് വിയോജിക്കുന്നു. ഞാൻ പണ്ടൊരു അവാർഡ് കമ്മിറ്റി ജൂറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ പറഞ്ഞു, നമ്മളൊരു പടത്തിൻ്റെ കാര്യം പറയുമ്പോൾ മൊത്തത്തിൽ വേറെ അല്ല, അതിങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിന് ഞാൻ വളരെ ബഹുമാനപരസ്പരം ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട് എന്ന് താഴെ എഴുതി ഒപ്പിട്ടോളാം ഞാൻ. അപ്പം എന്ന് പറയുന്ന പോലെ അത് പറയാം, അതിനകത്ത് പറയാം. ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടന്നാലും എന്തെങ്കിലും ചുമ്മാതെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചുമ്മാ അവിടെ പോയി ഇത് കുറേ പോച്ച, ഇതൊന്നും ഒരു ഉപദ്രവകരമായിട്ട് വരുമെന്ന് ചിന്തിച്ചിട്ടാവില്ല. ഇപ്പം പിന്നെ അത് കാരണം അവിടെ നടക്കുന്നതെല്ലാം അങ്ങ് പുറത്തു പോയി. എന്തൊക്കെ ഞങ്ങൾ കേൾക്കുന്നു നീ ആരെങ്കിലും അമ്മക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറയാമല്ലോ, എന്നെ പ്രസിഡന്റോ മുൻ പ്രസിഡന്റ് വിളിക്കട്ടെ, ഒരു കാര്യമില്ലാതെ എന്തെല്ലാം ദുഷ്പേരുകൾ വരുത്തി വയ്ക്കുന്നു. അത് 1, 2, 3 പേരുടെ ലൂസ് സ്റ്റോക്കിലൂടെ വരുന്നതാണിത്. ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് അങ്ങനെ പറഞ്ഞു, അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ഇതൊന്നും അല്ല സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത് അവർ മാത്രം അറിയണം. പിന്നെ അറിയിക്കേണ്ട കാര്യങ്ങൾ എല്ലാ അംഗങ്ങളെ അറിയിക്കണം, വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ച് പറയരുത്. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രശ്നം കുറച്ച് സീരിയസ് ആണ്. ഇപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് വേണം, സെക്രട്ടറി ആണെങ്കിലേ കൊടുക്കുകയുള്ളൂ സ്പോൺസറെ. അങ്ങനെയൊന്നും ആർക്കും പറയേണ്ട കാര്യമില്ല. നമുക്ക് സംഘടനയുടെ സ്നേഹം ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും ചെയ്യാം. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് പിന്മാറും എന്നുള്ള സാധ്യതകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്തിമ തീരുമാനം എടുത്തില്ലെങ്കിലും മാറിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ ആ ഒരു സാധ്യതയിൽ ഒരു വനിതയ്ക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ് തന്റെ ഈ ഒഴിഞ്ഞുമാറ്റം എന്നുള്ള രീതിയിലുള്ള പരാമർശവും ജഗദീഷ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ശ്വേതാ മേനോനായിരിക്കാം തലപ്പത്തേക്ക് വരാൻ. അപ്പോൾ ഒരു വനിത അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വരിക ഒരു ചരിത്ര തീരുമാനമായിരിക്കില്ലേ? അല്ലല്ല, വനിത ചരിത്രം അല്ല. എനിക്ക് ഇപ്പോൾ മനസ്സിലാവാത്തത്, ജഗദീഷ് പറഞ്ഞോ വനിതയ്ക്ക് വേണ്ടി ഞാൻ മാറുകയെന്ന്? പിന്നെ ഇതിനെ പേര് കൊടുത്ത് ആദ്യം ഈ ചിന്തയില്ലായിരുന്നോ വനിത വരട്ടെ എന്നുള്ളത്? ഇതൊക്കെയാണ് പ്രശ്നം. ആദ്യം കയറി പേര് കൊടുക്കുന്നു, പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു, കുറേ പ്രശ്നങ്ങൾ വേറെ വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഓണത്തിൻ്റെ ഇടയിൽ പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മാറുന്നു, ഒരു വനിത വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെ സത്യസന്ധമായ പ്രസ്താവനയാണെങ്കിലും ആലോചിച്ച് കൊടുത്താൽ പോരെ. എന്നാൽ പിന്നെ പേര് അത് വേറൊരു ചർച്ചയ്ക്കൊരു വിഷയമായി. ജഗദീഷില്ല അവസാന നിമിഷം പിന്മാറി, വനിത വരട്ടെ. വനിത വന്നാലും ആര് വന്നാലും അമ്മയിലൊന്നും ഒരു വനിതയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ചുക്ക് ചെയ്യാനൊക്കത്തില്ല. അത് ശ്വേതയ്ക്കറിയാം. ശ്വേത ഷീസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ. അതുകൊണ്ട് അത് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയിലേ ആ സംഘടന മുന്നോട്ട് നീങ്ങുള്ളൂ. അല്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞ നടപ്പാക്കിയാൽ മതി എന്നൊന്നും പറഞ്ഞാൽ കുഞ്ഞ് ഇന്നത്തെ കാലം അതല്ല. എല്ലാവരുമായിട്ട് സഹകരിച്ചു പോവുക, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക. അതൊക്കെയാണല്ലോ നമ്മളെന്താ ചില ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് പറയും, ചിലർ ഉണ്ടായിരിക്കും അവർക്ക് വേറെ പണിയൊന്നുമില്ല, നമ്മൾ തഴയും. എന്തുകൊണ്ടാണ്? ആ സംസാരം നമ്മളുമായിട്ട് യോജിക്കത്തില്ല, അത് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ സംസ്കാരം നമ്മൾ അനുവദിക്കണ്ടേ എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അല്ലാതെ ആ കുട്ടി വിചാരിക്കുന്നില്ല ഒരു പോലീസെടുത്ത് തല വയ്ക്കാതെ ഞാൻ അമ്മക്കാരെ ചുവന്നുകൊണ്ട് മോഹൻലാൽ വേറെ ജോലിയില്ലേ? മോഹൻലാലിനോടാണ് ഈ അന്തിമമായിട്ട് ചോദ്യം വരുന്നത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. അപ്പോൾ പിന്നെയും ഒരു വല്ലാത്തൊരു വിഷമസ്ഥിതിയിൽ കൊണ്ടുവന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരെ ഇടാനും മാത്രമുള്ള ആൾക്കാരല്ല മമ്മൂട്ടി മോഹൻലാലും ഒന്നും. അവരെ അർഹിക്കുന്നതായ റെസ്പെക്റ്റ് കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. തലപ്പത്തേക്ക് മോഹൻലാലും മമ്മൂട്ടിയും വരണമെന്നില്ല, അങ്ങനെയാണോ? അല്ല, തലപ്പത്തല്ല. നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ ഇവരാണ് ഈ സംഘടനയുടെ എന്തെങ്കിലും ഒരു പേര് വെക്കാമല്ലോ നിങ്ങൾക്ക്. ഏറ്റവും വലിയ ഉപദേശകരെന്നോ ചെയർമാനെന്നോ എന്ത് വേണേൽ വെക്കാം. അവരുടെ ഉപദേശാനുസരണം വേണം ഈ സംഘടന നടന്നു പോകാൻ. അവരുമായിട്ട് ആലോചിക്കണം. അപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് എൻ്റെ ജഗദീഷിൻ്റെ കാര്യം ധാരാണ്ട് പറഞ്ഞു, മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ ഒക്കെ ഫോൺ ചെയ്തിട്ട് ഞാൻ പിന്മാറാം അങ്ങനെ പറഞ്ഞു ജഗദീഷ്.
അവരോട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അല്ല എന്ന് വെച്ചാൽ അപ്പോൾ അവരോട് ആലോചിച്ചിട്ടാണോ പുള്ളി പേര് കൊടുത്തത്? എനിക്കറിയില്ലേ ഒന്നും. സത്യം, ഞാൻ ആ ന്യൂസുകൾ കണ്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ കുറച്ച് മുമ്പേ ഞാനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കഴിഞ്ഞ് മമ്മൂട്ടിയും മോഹൻലാലും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ രാജിവെക്കും, ചോദിച്ചിട്ട് രാജിവെക്കും എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അതെന്താ അവർ അപ്പം അതാണ് പറഞ്ഞത്. എനിക്ക് അവരുമായി ആലോചിച്ചായിരുന്നു നോമിനേഷൻ കൊടുത്തിരുന്നതും. അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചിട്ടാണെന്നോ? അതെനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ആലോചിച്ചെങ്കിൽ അവരുടെ സമ്മതം വേണമായിരിക്കും. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു ഇതിനാ, അപ്പം എനിക്കറിയാൻ മേത്തോണ്ട് ഞാൻ ചോദിച്ചു, യോ ഇതിൻ്റെ ഇടയിൽ ഇതിനാ അവരെ പിടിച്ചടയ്ക്കുന്നത്, പുള്ളി പേര് കൊടുത്തു, പുള്ളിക്ക് മാറണമെങ്കിൽ മാറിയാൽ പോരെ എന്ന് ഞാനൊരു തമാശ രൂപേണ ചോദിക്കും. അവിടെ വന്ന് മമ്മൂട്ടിയും മോഹൻലാലും ചുമ്മാ ഇരിക്കുന്നവരെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാമെന്നല്ലാതെ ഇതിൽ കുറച്ച് പേര് ഒരു മുറിയിലിരുന്ന് സംസാരിക്കുക, അപ്പോൾ അതങ്ങനെയാണ് ഏട്ടാ ഇങ്ങനെയാണ് ഏട്ടാ എന്നൊക്കെ പറയുക. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതുപോലെ വല്ലതും പറയുമ്പോൾ ഞാനൊക്കെ പണ്ടേ അപ്രിയരാണ് അവിടെ, അത് പോട്ടെ, അത് വേറെ ഒന്നും കൊണ്ടല്ല, വ്യക്തിപരമായ ഒരു ദേഷ്യവുമില്ല. എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഇങ്ങനെ പറയുമല്ലോ ഇവർ ചാളെ നമുക്കൊന്നും ഈ കൂടെ നിന്നേറ്റ് സൂചിപ്പിക്കൽ വർത്താനം അത് തന്നെ ഏട്ടാ, അത് ഒരു പക്ഷേ അവരുടെ ഭാവി നോക്കി പറയുന്നതായിരിക്കും. ഞാൻ എല്ലാ കാലത്തും ചെറുപ്പകാലത്തും ആദ്യത്തെ സിനിമ അഭിനയിക്കുമ്പോഴും ഞാൻ അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംവിധായകനോ നടനോ പറയട്ടെ, ഓ അവരെ കൊണ്ട് ശല്യം ഇരിക്കാൻ വയ്യ, ചാൻസ് ചോദിച്ചെന്ന് പറയാമോ? ഒരൊറ്റ ആൾ പറയട്ടെ. ഞാൻ ചുമ്മാ ഈ തമാശന് നമ്മുടെ ധ്യാൻ്റെയൊക്കെ പടം അഭിനയിക്കുക, ഞാൻ പറയും ഇതുപോലെയൊക്കെ അവരമ്മയൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ അവർ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. അതല്ല അവർക്ക് വേണ്ടപ്പെട്ടവർ ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അവരെ വിളിക്കും. അതെന്തിനാണ്? അതൊന്നും നമ്മൾ വലിയ അതുപോലെ അതൊക്കെയാണ് ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് അല്ലേ. ഇപ്പം എത്ര പാർട്ടിയുടെ സ്ട്രോങ് അനുഭാവിയാണെങ്കിലും ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അവരുടേതായ ഇഷ്ടങ്ങൾ കാണും, പാർട്ടിയുടെ താല്പര്യത്തിരിക്കുന്നവരുടെ ഇഷ്ടം കാണും, മുഖ്യമന്ത്രിയായിട്ട് വരുന്നവർക്ക് മറ്റേ ആ വകുപ്പ്, അതൊക്കെ അവർക്ക് അഭിപ്രായം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ചേച്ചി ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒരു ഉപദേശം അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണം ഈ കമ്മിറ്റി വരേണ്ടതെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതെ, അവരുടെ സാന്നിധ്യം വേണം, അവരുടെ അറിവോടുകൂടി ആയിരിക്കണം അവിടുത്തെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലാതെ ആരും മിണ്ടാൻ പാടില്ല, എല്ലാവരും വിശദീകരണം എഴുതി തരണം, പക്ഷെ എനിക്ക് ബാധകമല്ല എന്നുള്ള നിലപാടിനോടൊന്നും ഒരു കാലത്ത് യോജിക്കാനൊക്കത്തില്ല. ഈ മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നേതൃനിര അല്ലെങ്കിൽ യുവതാരങ്ങളടക്കം ഈ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. അതിൽ പൃഥ്വിരാജിന്റെ അടക്കം പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അപ്പൊ അതിൽ കൂടെ കേൾക്കാനോ എന്റെ പൊന്നെ വേണ്ടപ്പാ, ഒന്നും വേണ്ട. അതല്ല, അവർക്കൊക്കെ ജോലിയുണ്ട്, അതൊന്നും അല്ല. അവരൊക്കെ ചെറിയ പിള്ളേർ ഇനിയൊക്കെ കുറച്ചങ്ങോട്ട് പോട്ടെ. ഇതിനകത്തിൻ്റെ ഈ മലയാള സിനിമയുടെ ചരിത്രം ഇപ്പോൾ പറയുമ്പോൾ എവിടെ ആയാലും കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലും ഒക്കെ പറയുന്ന രണ്ട് പേരുകളല്ലേ മമ്മൂട്ടിയും മോഹൻലാലും. അവരിതിനകത്തില്ല, സത്യം ഞാൻ പറയട്ടോ, അവരില്ല കേട്ടോ. അവരിപ്പോൾ ഇത്തവണ ഇല്ല, അവർ മാറി, അവരിപ്പോൾ വിദേശത്ത് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ കോടി ഒന്നും തന്ന് സ്പോൺസർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ സംഘടനയ്ക്ക് കൊള്ളാം. ഒന്ന്. രണ്ടാമത് ഈ ചെറുപ്പക്കാരുടെ കാര്യം ചോദിച്ചുകൊണ്ട് പറയാം, പലപ്പോഴും പല ത്രാസിലിട്ട് ചെറുപ്പക്കാരെ തൂക്കും. അവരോടുകൂടി ഇതേപോലെ തന്നെ അത് ഭയങ്കരമായിട്ട് അപകടം ചെയ്യും. ഇങ്ങനെ ഒരു വിരോധം കുത്തി നിറച്ച് ഇവരൊക്കെ നമുക്ക് ഒരു കാര്യവുമില്ല, നമ്മളെ മാറിയിരുന്ന് കുറ്റം എന്ന് പറഞ്ഞാണല്ലോ ഒരു പകരം വീട്ടിൽ ഒരു റിവെഞ്ച് മനോഭാവം വരുന്നത്. അങ്ങനെ കുറേ പേര് ഇത് മാറുന്ന പോലൊരു സ്ഥിതിയിൽ ഇവരെല്ലാവരും ഇവിടെ കൊണ്ടെത്തിച്ചു എന്നിരിക്കട്ടെ. പാവം അനുഭവിക്കുന്ന ആരായിരിക്കും? ഈ പെൻഷൻ വാങ്ങിക്കുന്നവരും മരുന്നിന് പൈസ വാങ്ങിക്കുന്നവരും. അതുകൊണ്ട് ഒരു കാലത്തും ഒന്നും സമ്മതിക്കാൻ പാടില്ല. ഒറ്റക്കെട്ടായിട്ട് പോണം എന്നങ്ങ് വാക്ക് കൊണ്ടങ്ങ് പറഞ്ഞ് അങ്ങ് അഭിഷേകം നടത്തിയാൽ പോരാ, അത് പ്രാവർത്തികമാക്കണം. പുതുമുഖ അല്ലെങ്കിൽ യുവതാരങ്ങളെയും ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കണമെന്ന് തന്നെയാണ്. യുവതാരങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കണം. നമ്മളൊരു മീറ്റിംഗ് കൂടുമ്പോൾ വേർകൃത്യം പാടില്ല. കുറേ പേര് ഒരു പക്ഷെ ഗ്രൂപ്പിസം, ഇത് ഇന്നാരുടെ ആള് എന്നൊക്കെ അതൊക്കെ എന്തൊരു ബോറാ അതൊക്കെ. അങ്ങനെ ഒരു സംഘടനയിൽ പറ്റുമോ? അങ്ങനെയൊക്കെ ഒരു സംഘടനയിൽ വരുമ്പം പലരും ഇറങ്ങിപ്പോവും. സത്യമായിട്ടുള്ളത് അത് വെച്ച് നമുക്ക് അങ്ങനെ ഒരു മാനസികമായിട്ട് അത് ചുമ്മാ വെറുതെ അവർക്ക് കുറച്ച് പേർക്ക് കൂടെ കാണാനും കൂടാനും ഒക്കെ ആയിട്ട് എന്നുള്ളൊരു നിലപാടിൽ നമ്മളോട് എത്രയോ പേര് പറയുന്നത്. അതല്ല, നിങ്ങൾ അങ്ങോട്ടങ്ങ് കയറാതെ നിങ്ങളെങ്ങനെ അറിയുമ്പോൾ നമ്മളെ വഴക്ക് പറയും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ പക്ഷേ പറഞ്ഞിട്ടില്ല, എനിക്ക് പറയേണ്ട ആവശ്യമില്ല, എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ അതാരെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ ആൾക്കാരെയും ഒരുപോലെ നിർത്തുക. ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. സുഖോട്ടന്മാർ ഞങ്ങൾക്കുണ്ടായ ചില സംഭവങ്ങൾ, അത് ഒരു മനസ്സിനൊരു നീറ്റലുണ്ടാകും. എനിക്ക് പറയാനാണെങ്കിൽ കുറേ കൂടെ വിശദീകരിച്ച് പറയാനാണെങ്കിൽ സുഖോട്ടൻ്റെ കാര്യം തൊട്ട് എനിക്ക് പറയാം. അതൊരു പുസ്തകം എഴുതിയാലോ എന്നുള്ള രീതിയിൽ എൻ്റെ ആത്മകഥയിൽ കൊണ്ടുവരാന്നുള്ള മട്ടിലാണ് ഞാനിരിക്കുന്നത്. എന്തായിരുന്നു ചേച്ചിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട്? അതല്ല
പെട്ടി അടുക്കി പോകാൻ നിൽക്കുന്ന ട്രെയിനിൽ ഇറങ്ങാൻ നിൽക്കുന്ന ആളിനെയല്ലേ വരണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പറയാൻ പഠിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ സംവിധാനവും അതിലെ പ്രധാന നടനും ഒക്കെ സുഗുണന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ അത് സുഗുണൊരു ഷോക്കായിരുന്നു അന്ന്. എന്താ കാര്യം എന്തുവാ ആരും പറയുന്നുമില്ല. അപ്പം അന്ന് പറഞ്ഞ നിസ്സാര കാര്യം, അല്ലാതെ ബലാത്സംഗ കേസും പെണ്ണുപിടി കേസും ഒന്നും അല്ല. ഒരു ബൈലോ തെറ്റാണ്, ഇത് മാറ്റി എഴുതണം, കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു നിയമപരമായ വശങ്ങളെക്കുറിച്ചൊരു തർക്കം ഉന്നയിച്ചതിനാണ് അദ്ദേഹത്തിൻ്റെ പടത്തിൽ നിന്ന് ആരും അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞ് ആക്കിയത്. ഇതേ അറ്റാക്ക് പൃഥ്വിരാജിന് നേരെ വന്നില്ലേ? അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അത്ര അതിലൊന്നും അല്ല നമ്മുടെയൊക്കെ ജീവിതം ഇരിക്കുന്നതെന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. കാരണം പടത്തിൽ അഭിനയിച്ച് പ്രേക്ഷകരെ അംഗീകരിക്കണമെങ്കിൽ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ പടം കാണണം, അല്ലേ? അങ്ങനെയാണ് മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ഇവിടെ ഉണ്ടായത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്ന് അവർ ഇന്നാരായതുകൊണ്ട് കയറി ഈ പൃഥ്വിരാജ് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നേരിട്ടു എന്നുള്ളതിന് അനുഭവസ്ഥയാണ്. അല്ല, ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞും കേട്ടൊക്കെ ഞാനും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, ഒരു അറ്റാക്ക് വന്നപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് പ്രതികരിക്കണം. കാരണം ശുദ്ധ നുണ പറഞ്ഞൊരുത്തൻ ആളാവാൻ നോക്കിയതാണ്. അത് ഏത് മഹാനായാലും ശരി, കള്ളം പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. സത്യമാണെങ്കിൽ അതിനെ പറ്റിക്കാണ് അത് പറഞ്ഞത് ശുദ്ധ നുണയാണെന്നുള്ളത് ആ പടവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷെ ഞാനത് പറയുമ്പോൾ പിടിക്കുകയില്ലെങ്കിലും സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് വല്ല നേട്ടം ഉണ്ടായതൊന്നും എനിക്കറിഞ്ഞൂടെ, അതൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷേ എൻ്റെ മകൻ ആരും അറിയാതെ ചെയ്ത ഒരു വേല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അത് വേണ്ട, ഏത് ഉദ്യോഗസ്ഥനാണേലും വേണ്ട. ഞങ്ങൾക്കൊക്കെ അറിയാം, എല്ലായിടത്തുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പേരെ ഞങ്ങൾക്കും അറിയാം. മറ്റൊന്ന് ചേച്ചി, സിനിമാ മേഖലയിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഫിലിം കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ്. അതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉരുത്തിരിഞ്ഞ് വരണം. അപ്പോൾ മന്ത്രി ചിലപ്പം വരുത്തില്ല, മന്ത്രി അന്ന് കണ്ടില്ല, വരാത്ത മന്ത്രി അഭിപ്രായം അപ്പം ഇങ്ങനെ അവിടെ മുതലേ ഇപ്പോഴും തർക്കം നിൽക്കുകയാണ്. അപ്പോൾ ഈ തർക്കങ്ങളെല്ലാം കൂടെ ഒന്ന് സമന്വയിപ്പിച്ച് ഒരു കൂട്ടായ്മയിലൂടെ ഈ ചലച്ചിത്ര വ്യവസായം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രശ്നം. ഇപ്പം തന്നെ സുരേഷ് ഗോപിയുടെ എന്താണ് ഒരു പടം വന്ന അതിൻ്റെ ഒരു സെൻസർ പ്രശ്നം വന്നു. അപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആളാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട അനിയനാണ് സുരേഷ് ഗോപി. എമ്പുരാൻ തൊട്ട് തുടങ്ങി, എമ്പുരാനിലൊന്നും തുടങ്ങിയില്ല. 4 ദിവസം കളിച്ച പടവാണ്. ഓരോരുത്തരുണ്ടാക്കിയ പ്രശ്നം പിന്നെ ഏറ്റെടുത്തിട്ട് പൊല്ലാപ്പിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ട് രണ്ടാമത് കൊണ്ട് കൊടുത്തതാണ്. ഒന്നും കട്ട് ചെയ്യാതെ UAE സർട്ടിഫിക്കറ്റിൽ 4 ദിവസം കേരളത്തിലും ലോകത്ത് എല്ലായിടത്തും കളിച്ചില്ലേ? ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ നടക്കുന്നവരെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും നടീനടന്മാർക്കും വേണം. അതില്ലെങ്കിലാണ് ഇൻഡസ്ട്രിയിൽ എല്ലാ കുഴപ്പങ്ങളും. അപ്പോൾ അതുകൊണ്ട് കോൺക്ലേവ് വരുമ്പോഴെങ്കിലും ഇനി മുതൽ ആരൊക്കെ ഏത് സെക്ഷൻ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഈ ഇൻഡസ്ട്രി ആരോഗ്യപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എത്രയോ പേര് ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലേ, അവരുടെയൊക്കെ വയറ്റ് തടിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ 4 കസേരയുടെ ചെയറിട്ടൊരു മേശയുടെ ചുറ്റും ആലോചിച്ചാൽ പോരാ. അതിന് ഒരു ഫലപ്രദമായ രീതിയിലുള്ള ഒരു തീരുമാനം വരണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനെതിരെ ഒരു നിയമനിർമ്മാണം വേണമെന്ന് ഇപ്പോൾ WCC അടക്കമുള്ള സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരമുള്ള നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? സ്ത്രീകൾക്ക് എതിരെയുള്ള WCC പണ്ട് പറഞ്ഞ കാര്യമല്ലേ. ഇപ്പോ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഇറക്കിയിട്ടുണ്ട്. അവര് എന്താണ് മുന്നോട്ട് വെച്ച ഇത് പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയും അവർ വയ്ക്കുന്നുണ്ട്. എന്ത് കോഡ് ഓഫ് കോണ്ടാക്ട് ആണ് WCC വെച്ചിരിക്കുന്നതിനെന്നുള്ള കുറിച്ച് എനിക്ക് യാതൊരു വിവരമില്ല. അത് അതിനകത്തുള്ള സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഭാരവാഹികൾക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല കോഡ് ഓഫ് കോണ്ടാക്ട്. ദേശീയെ സംബന്ധിച്ച് സ്ത്രീകൾക്കെതിരെ അതിക്രമത്തിനെതിരെ ഏതെല്ലാം രീതിയിലുള്ള നിയമം ജനറലായിട്ട് സ്ത്രീകൾക്ക് എതിരെ അതിക്രമം ഉണ്ടാക്കി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഇപ്പൊ പലരും ഹേമ കമ്മിറ്റിയിലടക്കം പല മൊഴികളും നൽകിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തില് ഹേമ കമ്മിറ്റി പുറത്ത് വിടണമെന്ന് പറഞ്ഞ് പിന്നെ ഇടയ്ക്ക് പുറത്തിപ്പോൾ വിടണ്ടെന്ന് പറഞ്ഞത് എന്താണോ സത്യം, എനിക്ക് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ റിപ്പോർട്ട് വായിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനൊന്നും ഞാനത് കണ്ടിട്ടില്ല. ഇതൊക്കെ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടാണ്. പക്ഷേ അത് പ്രതികരിക്കേണ്ട രീതിയിൽ WCC ചില സ്ഥലത്ത് പ്രതികരിക്കാതിരിക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കത് അതായ പറഞ്ഞത് അതിൻ്റെ ഇന്റേണൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. ഇപ്പോൾ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് സിനിമാ മേഖലയെ മാത്രമല്ല, ഒരിടത്തും സ്ത്രീയെ അപമാനിച്ചാൽ ഞങ്ങളൊക്കെ എതിർക്കും.
അവർ പറയുന്നതും ഏതൊരു മേഖലയിലും സ്ത്രീക്ക് ലഭിക്കുന്ന സുരക്ഷ സിനിമാ മേഖലയിലും ലഭിക്കണം, എല്ലാവർക്കും സമത്വം വരണം, അങ്ങനെ രീതിയിലുള്ള പല പ്രോസ്പെക്ട്സുകളാണ് സർക്കാരിന് മുന്നിൽ. എന്റെ പൊന്നു കുഞ്ഞെ, ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ വന്ന പരാതികളല്ലേ. എന്തോന്ന് വരാൻ സ്ത്രീകളൊക്കെ അധിക്ഷേപിക്കുന്നത്? ചൗര്യമരണം പൊട്ടിച്ചാൽ പോരെ അങ്ങോട്ട് അധിക്ഷേപിക്കാൻ വരുമ്പോ? അതാണ് ആദ്യം പഠിക്കേണ്ടത്. പിള്ളേർ പ്രതികരിക്കാൻ പഠിക്കണം. എന്താണ് അതിനൊക്കെ എന്താ സുഖമാണെന്ന് ചോദിച്ചാൽ പോരെ? അല്ല, പ്രതികരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം ഉണ്ടെന്ന് ഇപ്പൊ സാന്ദ്ര തോമസിനടക്കമുള്ളവരെ നിർമ്മാതാക്കളുടെ ഇടയിൽ നിന്ന് വരെ ഒറ്റപ്പെടുത്തുന്നു. അവരിപ്പോ അതിപ്പോ സിനിമയിലെന്നല്ല, രാഷ്ട്രീയത്തിലായാലും സിനിമയിലെന്നായാലും ഒരു സ്ത്രീ ഒരു ഇച്ചിരി ഷൈൻ ചെയ്യുമെന്ന് കണ്ടാൽ ഉടനെ ശത്രു ആവും. അത് എല്ലായിടത്തും ഉള്ളതാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എൻ്റെ മകന് വേണ്ടി പറഞ്ഞാൽ പോയി ഈ തള്ളയ്ക്ക് അവിടെ കാണിച്ചു എന്ന് പറഞ്ഞ് അത് ഈ എഴുതുന്നവർ, ഞാൻ ഇനി ഒരു കാര്യം തുറന്നു പറയട്ടെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ മറ്റേ സംഘികള എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നവർ ചുമ്മാതാ. സംഘികളൊക്കെ യഥാർത്ഥ പ്രസ്ഥാനം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരൊന്നും ഇങ്ങനത്തെ മോശം ഭാഷയൊന്നും ഉപയോഗിക്കത്തില്ല. ഇതൊക്കെ വെറും കൂലി എഴുത്തുകാരാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫീൽഡിൽ നിന്ന് തന്നെ കാണുന്ന ശത്രുക്കൾ ഫേക്ക് ഐ ഡി വെച്ചിട്ട് അങ്ങനെ എഴുതടാ, നീ എഴുത്, നീ 2 തെറി വിളി, ഇതൊക്കെ പറയുമ്പോൾ അത് നമ്മൾ അതൊക്കെ കൊണ്ടാ അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ ഫേക്ക് ഐ ഡി ആണെന്നൊക്കെ നമുക്ക് അറിവ് കിട്ടുമല്ലോ. എന്തിനാണെന്ന് ഇവനോടൊക്കെ പ്രതികരിച്ച് ഇവനെ കാളാക്കാതിരിക്കുന്നത് നമ്മൾ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ചുമ്മാ പറയാം. അപ്പം അത് അന്ന് തന്നെ ഞാൻ പ്രതികരിച്ചത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വിഷമം ഇപ്പോഴും ഉള്ളത് അതുകൊണ്ടാണ്. കാരണം അന്ന് പൃഥ്വിരാജിനെതിരെ ഒരു വലിയൊരു അറ്റാക്ക് വന്നപ്പോൾ അന്ന് കണ്ടില്ലല്ലോ WCCയുടെ കമൻ്റ് ഒന്നും, അന്ന് കണ്ടില്ലല്ലോ അമ്മയുടെ ഒരംഗത്തിൻ്റെ കമൻറ്റ്. ഇപ്പം എവിടുന്നാ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ കൊട്ടിക്കൊട്ടി ഘോഷിച്ചുകൊണ്ട് പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒക്കെ ഉണ്ട്, നല്ല കാര്യം. അപ്പോൾ ഈ യോജിപ്പ് എപ്പോഴും വേണം. അന്ന് നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകളും പറഞ്ഞില്ലേ, എല്ലാവരും മിണ്ടായിരുന്നപ്പോൾ മല്ലിക സുകുമാരൻ അമ്മ ഇറങ്ങി പറയേണ്ടി വന്നു എന്നുള്ളത്. അമ്മ ഇറങ്ങി പറഞ്ഞത് ഇവരെ ബോധ്യപ്പെടുത്താനൊന്നുമല്ല. എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസ് ഉണ്ട്. എൻ്റെ സഹോദരൻ അമേരിക്കയിലുണ്ട്, എൻ്റെ കോളേജ് ഗ്രൂപ്പുണ്ട്, ലണ്ടനിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, തായ്ലൻഡിലും അയർലൻഡിലും ഒക്കെ കിടപ്പുണ്ട് ആൾക്കാർ. അപ്പോൾ എന്തോന്നാ വലിയ ഇതൊക്കെ. പക്ഷേ ഒരു മിടുക്കൊന്ന് അംഗീകരിക്കാൻ വയ്യ ഇവർക്ക്. എന്താ ഇങ്ങനെ? അതൊന്ന് മലിയ അത് പറയണം കേട്ടോ, ചുമ്മാ അത് കള്ളത്തിലാന്ന് കേട്ടാൽ അറിയാം. പിന്നെ ഇത്രയും വലിയ നടന്മാരൊക്കെ അഭിനയിക്കുന്ന ഇവിടെ അവർ അറിയാതെ അങ്ങ് അഭിനയിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാനന്ന് പ്രതികരിക്കേണ്ടി വന്നത്. അത് ഇനിയും ശുദ്ധ നുണ ആരെങ്കിലും സുഖിപ്പിക്കാനോ അവനവൻ്റെ സ്വന്തം ഒരു സ്വാർത്ഥ ലാഭത്തിനായിട്ടോ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കും. സിനിമാ മേഖലയിൽ ഒരു സമൂലമായ മാറ്റം വേണമെന്ന് ചേച്ചിക്ക് തോന്നുന്നു? തീർച്ചയായിട്ടും വേണം. പഴയ കാലത്തോട്ട് പോയാൽ കൊള്ളാം വലിയ ആഗ്രഹമുണ്ട്. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളിനെ വരെ ബഹുമാനിക്കുക. അല്ലാതെ അവിടെ ഇരുന്ന് കുറേ പേര് അയ്യോ ഇപ്പം സിനിമ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു പിക്നിക്ക് വരുന്ന ഒരു ലാഘവത്തോടെ നടന്മാരല്ല കേട്ടോ, അവരൊക്കെ പല കുട്ടികൾക്കും അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 വർഷമൊക്കെ അഭിനയിക്കുക. അപ്പോൾ ഒരു കല്യാണമായി, കുറച്ച് കാശായി, കാറായി, ഇച്ചിരി ഒരു ആഭരണമൊക്കെ ആയി. അങ്ങനെ കാണരുത്. അങ്ങനെ കണ്ടാൽ തന്നെ അപ്പോഴാണ് ഈ വേണ്ടാത്ത അഭിപ്രായങ്ങൾ കേട്ടിട്ട് വേറെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഒരു താല്പര്യം വരുന്നത്. മിണ്ടാതിരിക്കുക, അവനവൻ്റെ നിലപാട് എന്താണെന്നുള്ളത് പ്രത്യക്ഷമായിട്ട് അറിയിക്കുക. ഞാനതൊക്കെ പറഞ്ഞതല്ലേ പണ്ട് ഞാനൊരു വലിയ സ്ത്രീ വിരോധിയാന്ന് പറഞ്ഞത്. അല്ല, ഒരു പ്രാവശ്യം അതല്ല ആളെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ സുരക്ഷയ്ക്കൊന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ സുരക്ഷ ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടുത്തെ പോലീസ് ഫോഴ്സിനെയൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. എന്തുമാത്രം അവരൊക്കെ കഷ്ടപ്പെടുന്നിട്ട് കുറ്റം മുഴുവനും പോലീസുകാർക്കാണ് വരുന്നത്. ഇത് അവർക്ക് വീടും കുടുംബമൊന്നും ഇല്ലയോ? അവർക്കുണ്ട്, മന്ത്രിമാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പം ഓരോരോ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ ചെറിയ സംഘടനയിൽ ഇരുന്നുകൊണ്ട് ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ടല്ലോ. എന്നിട്ടാണ് ഇവർ ഈ നാട് ഭരിക്കുന്നവരെ ഒക്കെ കിടന്നുകൊണ്ട് ഈ പറയുന്നത്. തെറ്റ് ഒന്നും പറയാൻ പാടില്ല. എല്ലാവരും ചീത്ത പേര് കേൾക്കുന്നുണ്ട്, ഏത് ഫീൽഡിലായാലും. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. നമ്മളതൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ സംഘടന, ധാർമ്മിക ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്ന നല്ല വാക്കുകളിലൂടെ നമ്മളെ സ്വയം പരാമർശിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പഠിക്കണം. അത് കണ്ണും മൂക്കും ഒന്നും നോക്കരുത്. ഞാൻ പണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ വേറൊന്നും കൊണ്ടില്ല, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന 2 പാർട്ടിയിലെ പ്രമുഖരെ മാറ്റി നിർത്തിയതാണ് ആദ്യത്തെ മന്ത്രിസഭയിൽ നിന്ന്. പകരം ആളെ എടുത്തു, നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ അന്ന് ഞാൻ വിചാരിക്കുന്നത്, അയ്യോ ഇത്രയും വലിയ സീനിയറായിട്ടുള്ള 2 പേരെയല്ലേ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങാൻ പറഞ്ഞത്. അതൊക്കെ അപ്പോൾ നമുക്കൊരു ബഹുമാനം തോന്നും അറിയാതെ. അത് അദ്ദേഹത്തിനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആർക്കും പറയാം, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് പറയാം. ഇപ്പം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെ മാറ്റി നിർത്തി. അങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയവരെ ഒന്നും വിടാൻ പാടില്ല. അത് കോടതിയോ അല്ലെങ്കിൽ അതുപോലെ അന്വേഷിച്ച് അതിൻ്റെ ഫലം വരുത്തണ വരെ അവരൊക്കെ നിൽക്കണമായിരുന്നല്ലോ. എന്തിനാ പറഞ്ഞു വിട്ടേ?
എന്നിട്ട് ചുമ്മാ ഇരിക്കുന്ന ചീത്തപ്പേര് അവർ പറഞ്ഞതായിരിക്കും, ഇവൻ പറഞ്ഞതായിരിക്കും. സത്യാവസ്ഥ വല്ലതും ജനം അറിയുന്നുണ്ടോ? ഇല്ല. ഇതാണ് കാര്യം. അതുകൊണ്ട് അകത്തെ ഭരണം വേണ്ട, ഒറ്റ ഭരണം മതി. ഒരു കമ്മിറ്റി എടുത്താൽ അതിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ പറയുന്നതനുസരിച്ച് പോവുക. പക്ഷേ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതുമായിട്ട് അങ്ങ് ഇഴുകി ചേർന്നിട്ട് തോന്നിയതുപോലെ പ്രവർത്തിച്ചാൽ പ്രശ്നങ്ങൾ ഇനിയും വരും. ഏതായാലും സംഘടനയുടെ തലപ്പത്ത് മത്സരം മുറുകയാണ്. ഏതായാലും ധാർമ്മിക ഉത്തരവാദിത്വത്തോടെ തന്നെ മത്സരിക്കുന്നവരാകണം. ഏതായാലും ആരോപണ വിധേയർ സ്വയം വിമർശനങ്ങൾക്ക് വിധേയരായി മത്സരിക്കണോ വേണ്ടയോ എന്ന് തന്നെ അവർ തന്നെ തീരുമാനിക്കട്ടെ.